റേസ് ടു 0 dx. സോ ഇറ്റ് ഈസ് എന്താ ആൻസർ വരിക? മൈനസ് സൈൻ എക്സ് കോസ് ക്യൂബ് ബൈ 4 മൈനസ് സൈൻ എക്സ് കോസ് ക്യൂബ് ബൈ 4 പ്ലസ് 1/8 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് 1/8 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് 1/4 ഇൻറ്റു 1/2 1/8 എക്സ് എന്ന് വരുന്നത്. കോസ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്തായി മാറും? എക്സ് ആയി മാറും. അപ്പോൾ 1/2 എക്സ് എന്ന് വരും. 1/2 1/4 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/8 എക്സ് വരും. 1/8 ഇൻറ്റു എക്സ് ഇതും കിട്ടി. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ 5ാമത്തെ പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 6ഉം 4ഉം 3ഒക്കെ വളരെ ഈസിയാണ്. 3ഉം 4ഒക്കെ വളരെ ഈസിയാണ്. കാരണം ഇവിടെ ക്യൂബ് ഉണ്ട്, പവർ 3 ഇവിടെ പവർ 7 ഈസി ആയിട്ട് കിട്ടും. ഇത് കുറച്ച് ചെയ്യാനുണ്ടാവും. ഇനി കുറച്ച് വലിയ പ്രോബ്ലം ഇതൊന്നും ഞാൻ ചെയ്തു തരാം. 1 ഞാൻ ചെയ്തു തരാം. 1ൻ്റെ ആൻസർ ഇതാണ്. കുറച്ച് വലിയ പ്രോബ്ലമാണ്. അത് ഞാൻ ചെയ്ത് നോക്കട്ടെ. ഓ, നിങ്ങൾ പ്രോബ്ലം എഴുതിയെടുത്തുണ്ടാവുമല്ലോ. 1 ഞാനിവിടെ എടുത്ത് എഴുതി. Integral cos raised to n dx. Integral sin raised to m cos raised to n dx is equal to minus sin raised to m minus 1 cos raised to n plus 1 by m plus n plus n minus 1 by m plus n integral sin raised to m minus 2 cos square dx cos raised to n dx. ഇതന്നല്ലേ നമ്മളെ ഫോർമുല ഞാൻ കാണാതെ പഠിച്ചില്ല. മൈനസ് സൈൻ റേസ് ടു m minus 1 cos raised to n plus 1 by m plus n plus n minus m minus 1 by ആണ്. m minus 1 by m plus n m minus 1 by m plus n integral sin raised to m minus 2 cos raised to nx dx. ഓക്കെ, ഇതാണ് സാധനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കാണാം. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ കോസ് റേസ് ടു 6x dx വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ റേസ് ടു m minus 1 2ൽ നിന്ന് കുറച്ച 1 കോസിന് പവർ ഒന്ന് കൂട്ടണം 7 ബൈ m plus n 2 plus 6 8 പ്ലസ് m minus 1 1 2 minus 1 1 1 by 8 ഇൻ്റഗ്രൽ സൈൻ റേസ് ടു m minus 2 2 minus 2 സൈൻ റേസ് ടു 0 കോസ് റേസ് ടു 6x dx which is equal to minus sin x cos raised to 7 by 8 plus 1 by 8 into integral sin raised to 0 പറഞ്ഞാൽ 1 ആണ് cos raised to 6x dx എന്ന് വരും which is equal to minus sin cos raised to 7 by 8 plus 1 by 8 into integral cos raised to 6 എന്താവും? ഇത് ഇവിടെ കൊടുത്താൽ മതി. cos raised to 6 എന്ന് പറഞ്ഞാൽ n-ന് 6 കൊടുക്കുക. അപ്പോൾ sin x cos raised to 5 by 6 പ്ലസ് 5 by 6 അല്ലേ? n minus 1 എന്ന് പറഞ്ഞാൽ 6 ആണ് n. അപ്പോൾ 5 by 6 ഇൻ്റഗ്രൽ cos raised to n minus 2 6 minus 2 എന്ന് പറഞ്ഞാൽ 4 dx which is equal to minus sin cos raised to 7 by 8 plus 1 by 8 into അപ്പോൾ 1 by 8 into 1 by 8 6ഉം കൂടി 1 by 48 ആവും. 1 by 48 into sin x into cos raised to 5 ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. മൈനസ് സൈൻ എക്സ് കോസ് റേസ് ടു 7 by 8 കിട്ടി. ഇത് കിട്ടി. പ്ലസ് 1 by 48 സൈൻ എക്സ് കോസ് റേസ് ടു 5 സൈൻ എക്സ് കോസ് റേസ് ടു 5 by 48 ഇതും കിട്ടി. ഓക്കെ, പ്ലസ് 5 by 48 ഇൻറ്റു 8 48 5 by 48 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് റേസ് ടു 4 ഇൻ്റഗ്രൽ കോസ് റേസ് ടു 4 വീണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സൈൻ എക്സ് കോസ് ക്യൂബ് by 4 പ്ലസ് 3 by 4 ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ dx എന്ന് വരും which is equal to minus sin 7 this by 8 plus 1 by 48 sin cos raised to 5 plus 5 by 4 48 എന്ന് പറഞ്ഞാൽ 192 അല്ലേ? 119 അല്ല കേട്ടോ, 192 ആണ്. 448 പറഞ്ഞാൽ 192 ആണ്. 192 സൈൻ എക്സ് കോസ് ക്യൂബ് എക്സ് പ്ലസ് ഈ 5/48 3/4 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 3ഉം 48ഉം ക്യാൻസലായി 16 ആവും. 16 4 64 5/64 ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എന്ന് വരും. ഇൻ്റഗ്രൽ കോസ് സ്ക്വയറിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്ത് ഇൻ്റഗ്രൽ കോസ് സ്ക്വയറിനെ ഞാൻ വീണ്ടും ഇതിൽ കൊടുത്ത് സൈൻ എക്സ് കോസ് എക്സ് by 2 plus 1 by 2 integral cos raised to 0 dx.
ഇനി ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാനോ. അപ്പോൾ ഇത് കിട്ടി 1/48 sin x cos x കിട്ടി, 5/198 sin x cos ക്യൂബ് കിട്ടി. ഇനി ഇതാ 5/64 × 2 128, 5/128 sin x cos x, പിന്നെ ഉണ്ടാകും 1/2 x ആണ് ഇത് വരിക. cos ratio 0 എന്ന് പറഞ്ഞാൽ 1 dx എന്ന് പറഞ്ഞാൽ x. സോ 1/2 x × 5/64 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതും കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. സോ ഇത്രയും ഞാൻ ചെയ്തു. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെയും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ പരസ്പരം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ അയച്ചിട്ട് കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രൻ്റ് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കറക്റ്റാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ തെറ്റ് ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് കാര്യമില്ല. തെറ്റ് ബുക്കിലേക്ക് എഴുതി വെച്ചതിന് ശേഷം നിങ്ങളത് പിന്നെ വെരിഫൈ ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണെന്ന് ഉറപ്പിക്കാതെ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതേ തെറ്റ് നിങ്ങൾ പരീക്ഷയ്ക്ക് തലേന്നോ അല്ലെങ്കിൽ പരീക്ഷേൻ്റെ മുന്നേ യൂണിറ്റ് ടെസ്റ്റ് നടത്തുകയാണെങ്കിലും ഇനി പബ്ലിക് എക്സാം നടത്തുകയാണെങ്കിലും അപ്പോഴൊക്കെ നിങ്ങൾ അതേ തെറ്റ് തന്നെ വീണ്ടും എഴുതി വെച്ചിട്ട് എക്സാമിന് ആ തെറ്റ് എഴുതി വെക്കും. അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ബുക്കിലേക്ക് ചെയ്തു വെച്ച ആൻസർ കറക്റ്റാണെന്ന് ഉറപ്പിക്കണം. അതിന് 2 മെത്തേഡ് ഉപയോഗിക്കുക. ഒന്ന്, നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇതല്ലേ എന്നൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചുകൊണ്ട് അവരോടൊന്ന് കൺഫേം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കിട്ടിയ ആൻസറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൻ്റ് കിട്ടണം. എന്താ ഇൻ്റഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ, ഇൻ്റഗ്രൽ f(x) dx ആണെങ്കിൽ f(x)നെ പറഞ്ഞ പേരാണ് ഇൻ്റഗ്രൻ്റ്. ഓക്കെ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കുക. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ sin raised to 4x by cos square x dx is equal to sin cube x by cos x plus 3/2 sin x cos x minus 3/2x. 3 sin cube by cos x plus 3/2 sin x cos x minus 3/2x. Integral sin raised to 4 by cos square x dx. ഓക്കെ. നോക്കി, ഈ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് എന്നായാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളോട് ഇത് ഈ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയില്ല. കാരണം എന്താ വെച്ചാൽ sin raised to 4 cos square by cos square. അപ്പോൾ ആക്ച്വലി ഇത് ഇൻ്റഗ്രൽ sin raised to 4 × cos raised to -2x dx ആ. പക്ഷെ -2 വരുന്ന കേസ് നമ്മൾ പഠിച്ചില്ല. അങ്ങനെ പഠിക്കാനല്ല, ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതുണ്ട്. പക്ഷെ നമ്മൾക്കത് പഠിക്കാനില്ല. നിങ്ങൾക്ക് ഉള്ള ടെക്സ്റ്റിൻ്റെ ഇത് ഇപ്പോൾ 5.3 ആണ് നിങ്ങൾക്കിത് പഠിക്കേണ്ടതെങ്കിൽ 5.5 5.7 അങ്ങനെ ഏതൊരു സെക്ഷനിൽ നിങ്ങൾക്ക് sin raised to p cos raised to q where p and q are ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ ക്യൂ ആയിട്ട് എന്ത് നെഗറ്റീവും വരാം. അത് അങ്ങനത്തെ ഒരു സാധനം ടെക്സ്റ്റിലുണ്ടെങ്കിലും നിങ്ങൾക്കത് പഠിക്കാനില്ല. അതുകൊണ്ട് ഇത് ശരിക്കും നമ്മളെ ഭാഗത്ത് പെട്ട ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഇവിടെ ഈ പ്രോബ്ലം ചില പ്രോബ്ലംസ് നമുക്ക് പ്രത്യേക വിധത്തിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ടെക്സ്റ്റിൽ സോൾഡ് ആണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ ഇതിങ്ങനെ ചെയ്യാം. നമുക്ക് ഇതിനെ പി ആയിട്ട് എടുക്കുന്നു. ഇവിടെ ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, പ്രൂഫ് ഷോ ദാറ്റ് ഇതാണ്. അപ്പോൾ പ്രൂഫ് ഇതാണ്, ലെറ്റ് പി ഈസ് ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ് ബൈ കോസ് എക്സ്. dp by dx is equal to sin cube x into 1 by cos x. 1 by cos x നെ ഞാൻ sec x ഒന്നും എഴുതുന്നില്ല കേട്ടോ. dp by dx is equal to എന്ത് വരും? ഓക്കെ, sin cube x into 1 by cos x. ഫസ്റ്റ് ഫംഗ്ഷൻ sin cube x into 1 by cos x ൻ്റെ ഡെറിവേറ്റീവ് വരിക -1 by cos square x into 1 by x ൻ്റെ ഡെറിവേറ്റീവ് എന്താ? -1 by x square into cos x ൻ്റെ ഡെറിവേറ്റീവ് sin x into cos x ൻ്റെ ഡെറിവേറ്റീവ് -sin x പ്ലസ് 1 by cos x into sin ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വരെ 3 sin square x into സൈനിൻ്റെ ഡെറിവേറ്റീവ് cos x. ഈ cos x ഉം ഈ cos x ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക മൈനസും കൂടി പ്ലസ് ആയി പോകും. sin raised to 4 by cos square x, sin raised to 4x by cos square x പ്ലസ് 3 sin square x. 3 sin square x, കോസും ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമ്മളെ sin raised to 4 by നമ്മളെ ഇൻ്റഗ്രൻ്റ് ആണ് ഈ സാധനം. ഇതാണ് dp by dx. Therefore p is equal to integral dp by dx.
ഡി പി ബൈ ഡി എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡി പി ബൈ ഡി എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്തായി? ഡി പി ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പി കിട്ടും അല്ലേ? ഡെറിവേറ്റീവിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ കിട്ടുമല്ലോ. അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ റേസ് ടു 4 എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 3 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, എവിടെയും ഡി എക്സ് ഉണ്ട്. ദെയർഫോർ നമ്മൾ ഇതിനെവിടെ നിർത്തുകയാണ്? ഇൻ്റഗ്രൽ ഇതിനങ്ങോട്ട് എടുക്കുകയാണ്, ഇതിനങ്ങോട്ട് പുറത്തേക്ക് കൊടുക്കുകയാണ്. ഇയാളെ ലെഫ്റ്റിലേക്കും, അല്ലെങ്കിൽ ഇതിനെവിടെ നിർത്തുക, ഇയാളെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇതിനെവിടെ നിർത്തുക, ഇതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താ വരിക? ഇതിനെവിടെ നിർത്തിയാൽ സൈൻ റേസ് ടു 4 എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് അവിടെ നിർത്തിയാൽ പി മൈനസ് ഇൻ്റഗ്രൽ 3 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ക്യൂബ് എക്സ് ബൈ കോസ് എക്സ്. സൈൻ ക്യൂബ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ്. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് 2 എക്സ് ബൈ 2 എന്ന് എഴുതി. 1 മൈനസ് കോസ് 2 എക്സ് 2 ബൈ ഇൻ്റഗ്രൽ 3 ഇൻറ്റു 1 മൈനസ് കോസ് 2 എക്സ് ബൈ 2. സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് 1 മൈനസ് കോസ് 2 എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇങ്ങനെ ചെയ്തു ഞാൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ സൈൻ റേഷ്യോൻ്റെ ആ ഫോർമുല ഉപയോഗിക്കാം കേട്ടോ. ഇൻ്റഗ്രൽ സൈൻ റേഷ്യോൻ്റെ ഇപ്പോൾ നേരത്തെ ഞാൻ കോസ് റേഷ്യോൻ്റെ ഫോർമുല ഉപയോഗിച്ചില്ല, അതേപോലെ സൈൻ റേഷ്യോൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ അതേ ആൻസർ തന്നെ കിട്ടുക. ഓക്കെ, സോ ബാക്കി ഞാൻ ഇവിടെ ചെയ്യാം. therefore integral sin raised to 4x by cos square x dx is equal to sin cube x by cos x minus 3/2 പുറത്തെടുക്കുക. 3/2 പുറത്തെടുത്താൽ integral 1 minus cos 2x dx ഉണ്ടാവും, which is equal to sin cube by cos x minus 3/2 into 1 dx എന്ന് പറഞ്ഞാൽ x 3/2x plus 3/2 into minus 3/2 ഈ മൈനസും കൂടി എന്താവും പ്ലസ് 3/2 ഉണ്ടാവും. ഇൻ്റഗ്രൽ cos 2x എന്താ? sin 2x by 2. Integral cos 2x is sin 2x by 2. So answer is sin cube x by cos x minus 3/2x. അപ്പോൾ ആദ്യം ഞാൻ എഴുതി, ആദ്യം 3/2 ഇൻറ്റു പ്ലസ് 3/2 ഇൻറ്റു സൈൻ 2x ആണ് എന്താ? 2 cos x sin x by 2. 2ഉം 2ഉം ക്യാൻസലായി പോകും. മൈനസ് ഈ 3/2x തന്നെയല്ലേ ഇത് സൈൻ ക്യൂബ് എക്സ് ബൈ കോസ് എക്സ്, സൈൻ ക്യൂബ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 3/2 ഇൻറ്റു കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് 3/2 ഇൻറ്റു കോസ് എക്സ് സൈൻ എക്സ് മൈനസ് 3/2x മൈനസ് 3/2x. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്തത്? ഈ ഒന്നുകൂടി പറയാം, ഇതിനെ പീന്ന് എടുത്തു, ഇതിനെ പീന്ന് വിളിച്ചു, പീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു ഡി പി ബൈ ഡി എക്സ്, എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഡിഫറൻഷ്യേറ്റും ചെയ്യുക ഇൻ്റഗ്രേറ്റും ചെയ്യുക. അപ്പോൾ ഡി പി ബൈ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിൽ ഇത് ഇൻ്റഗ്രലായി വരും. അപ്പോൾ അതിനവിടെ ഇത് ഇൻ്റഗ്രലായി വരും. ഇത് സൈൻ റേസ് ടു 4 ബൈ കോസ് സ്ക്വയർ ഇൻ്റഗ്രലായി വരും. അതിനവിടെ നിർത്തുക, ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. ഒരു പ്രത്യേക വിധത്തിൽ പ്രോബ്ലം ചെയ്യുകയാണ്, എല്ലാ പ്രോബ്ലം ഇതേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലൊന്നും ഇവിടെ വരില്ല, കാരണം അത് നമ്മളെ സെക്ഷനിൽ പെട്ടതല്ല. 2 ഇവിടെ കോസിൻ്റെ പവർ നെഗറ്റീവാണ്, സൈൻ്റെ പവറും കോസിൻ്റെ പവറും ദാറ്റ് ഈസ് എമ്മും എന്നും. ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം, ഇൻ്റഗ്രൽ കോസ് റേസ് ടു എന്നിൽ എമ്മും എന്നും പോസിറ്റീവ് ഇൻറ്റിജർ ആകുമ്പോൾ, ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ, പോസിറ്റീവ് ആകുമ്പോൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ആ കേസാണ് നമ്മളിവിടെ സെക്ഷൻ പഠിക്കുന്നത്. അല്ലാതെ എമ്മോ എന്നോ നെഗറ്റീവ് ആയാൽ അതെങ്ങനെ ചെയ്യാവുമെന്ന് നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അതായത് ഈ ഒരു പ്രത്യേക പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.